നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISLൻ്റെ ഫിക്സർ ടെൻറ്റേറ്റീവായിട്ട് ഇപ്പോൾ AFF പുറത്തുവിട്ടിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ടെൻറ്റേറ്റീവ് ഫിക്സർ പുറത്തു വന്നിരിക്കുന്നു. ഇത് AFFൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ടെൻഡേഴ്സ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ പോയി നോക്കിയാൽ റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ RFP ഫോർ മീഡിയ റൈറ്റ്സ് റിലേറ്റിംഗ് ടു ദി 2025-26 സീസൺ ഓഫ് ദി ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന വിവരങ്ങളുടെ കൂട്ടത്തിലാണ് അനക്സറായിട്ട് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഫോർ ഇന്ത്യൻ സൂപ്പർ ലീഗ് 2025-26 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉദ്ഘാടന മത്സരം നമ്മളൊക്കെ ഓൾറെഡി കേട്ട പോലെ പ്രതീക്ഷിച്ച പോലെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ കൊൽക്കത്തയിൽ വെച്ച് നടക്കുമെന്നാണ്. അതുപോലെ അടുത്ത മത്സരങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊൽക്കത്ത ഡെർബി മെയ് 3 നടക്കുമെന്നാണ് രേഖപ്പെടുത്തിയത്. നമ്മളൊന്ന് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ എപ്പോഴൊക്കെയാണെന്ന്. ആദ്യം നമുക്ക് ഗെയിം വീക്ക് 1 എല്ലാ മത്സരങ്ങളും നോക്കാം. അതിനുശേഷം ഗെയിം വീക്ക് 2, 3 അങ്ങനെ പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ എന്നാണ് എന്നത് മാത്രമൊന്ന് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളുടെ ഹോം ഗ്രൗണ്ടായിട്ട് ഈ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയമാണ്. പക്ഷേ അത് ടു ബി കൺഫേംഡ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. TBC ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. ആദ്യ മത്സരം ഫെബ്രുവരി 14 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും കേരള ബ്ലാസ്റ്റേഴ്സ് FCയും തമ്മിൽ കൊൽക്കത്തയിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്നാണ് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂളിലുള്ളത്. അന്ന് തന്നെ രണ്ടാമത്തെ മത്സരം FC ഗോവയും ഇന്റർ കാശിയും തമ്മിൽ ഗോവയിൽ വെച്ച് നടക്കും. രാത്രി 7:30 ആ മത്സരം. തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 15 ആദ്യ മത്സരം ജംഷഡ്പൂർ FCയും മുഹമ്മദൻ SCയും തമ്മിൽ ജംഷഡ്പൂരിൽ വെച്ച് നടക്കും. വൈകിട്ട് 5 മണിക്കാണ് ആ കളിയെങ്കിൽ രണ്ടാമത്തെ മത്സരം ഫെബ്രുവരി 15 ബംഗളൂരു FCയും സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയും തമ്മിൽ ശ്രീകണ്ഠീരവ ബംഗളൂരുവിൽ വെച്ച് നടക്കും. രാത്രി 7:30 ആ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അടുത്ത മത്സരങ്ങൾ ഫെബ്രുവരി 16 ആദ്യ മത്സരം ഒഡീഷ FCയും പഞ്ചാബ് FCയും തമ്മിൽ ഭുവനേശ്വറിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്നാണ്. രണ്ടാമത്തെ മത്സരം ഈസ്റ്റ് ബംഗാൾ FCയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയും തമ്മിൽ കൊൽക്കത്തയിൽ വെച്ച് അന്ന് രാത്രി 7:30 നടക്കുമെന്നാണ്. അടുത്ത മത്സരം ഗെയിം വീക്ക് 1 അടുത്ത മത്സരം വരുന്നത് മുംബൈ സിറ്റി FCയും ചെന്നൈയിൻ FCയും തമ്മിൽ മുംബൈ ഫുട്ബോൾ അറീനയിൽ 7:30, അതായത് ഫെബ്രുവരി 19 രാത്രി 7:30 നടക്കുമെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗെയിം വീക്ക് 2 ആയി. ഗെയിം വീക്ക് 2 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 22 കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FCയും തമ്മിൽ EMS സ്റ്റേഡിയത്തിൽ കോഴിക്കോട്ട് രാത്രി 7:30 ഏറ്റുമുട്ടുമെന്നാണ് ഗെയിം വീക്ക് 2 ഷെഡ്യൂളിൽ പറയുന്നതെങ്കിൽ, ഗെയിം വീക്ക് 3 ഷെഡ്യൂളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് ഫെബ്രുവരി 28 കേരള ബ്ലാസ്റ്റേഴ്സും ഇന്റർ കാശി FCയും തമ്മിൽ EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് വെച്ച് ഏറ്റുമുട്ടുമെന്നാണ്. ദെൻ ഗെയിം വീക്ക് 4 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് മാർച്ച് 7 എതിരാളികൾ ചെന്നൈയിൻ FC ആണ്. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ആ കളിയും ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഗെയിം വീക്ക് 5 വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം എവേ മത്സരമാണ്. മാർച്ച് 14 ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കൊൽക്കത്തയിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് ഏറ്റുമുട്ടുമെന്നാണ് ഷെഡ്യൂളിലുള്ളത്. അടുത്ത ഗെയിം വീക്ക് 6 വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് ഹോം മത്സരമാണ്. മാർച്ച് 21 കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയും തമ്മിൽ EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് രാത്രി 7:30 ഏറ്റുമുട്ടുമെന്നാണ് ഷെഡ്യൂൾ ഉള്ളത്. ദെൻ ഗെയിം വീക്ക് 7 വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം എവേ മത്സരമാണ്. അത് ഏപ്രിൽ 5 സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയും കേരള ബ്ലാസ്റ്റേഴ്സ് FCയും തമ്മിൽ ന്യൂഡൽഹിയിൽ വെച്ച് വൈകിട്ട് 5 മണിക്ക് ഏറ്റുമുട്ടുമെന്നാണ് ഷെഡ്യൂൾ ഉള്ളത്. ഗെയിം വീക്ക് 8 വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം എവേ മത്സരമാണ്. ഏപ്രിൽ 11 ബംഗളൂരു FCയും കേരള ബ്ലാസ്റ്റേഴ്സ് FCയും തമ്മിൽ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം ബംഗളൂരുവിൽ വെച്ച് ഏറ്റുമുട്ടുമെന്നാണ്. അതിനുശേഷം അടുത്ത ഗെയിം വീക്കിലേക്ക് വരുമ്പോൾ ഗെയിം വീക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗെയിം വീക്ക് 9 മത്സരം എന്ന് പറഞ്ഞാൽ ഗെയിം വീക്ക് 11 അല്ലെങ്കിൽ ഗെയിം വീക്ക് 7, അതായത് 2 ക്ലബിനും 2 വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെയിം വീക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണെന്നർത്ഥം. ആ മത്സരം വരുന്നത് എന്തായാലും ഏപ്രിൽ 15 കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയും തമ്മിൽ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കോഴിക്കോട്ട് രാത്രി 7:30 ഏറ്റുമുട്ടുമെന്നാണ് ആ ഒരു ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ്. അതുകൂടാതെ ഗെയിം വീക്ക് 9 കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു മത്സരം കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് ഏപ്രിൽ 18
കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് വൈകിട്ട് 5 മണിക്ക് ഏറ്റുമുട്ടുമെന്നാണ്. ഇനി ഗെയിം വീക്ക് 10 വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരം ഒഡീഷ എഫ് സിയുമായിട്ട് EMS സ്റ്റേഡിയം കോഴിക്കോട് രാത്രി 7:30 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 23 അടുത്തൊരു ഗെയിം വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമുള്ളത് ഗെയിം വീക്ക് 11 മത്സരം KBFCക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നേരത്തെയുള്ള ഷെഡ്യൂളിൽ ആ ഒരു മാച്ച് വന്നു പോയതാണ്. അതുകൊണ്ട് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല ടെൻറ്റേറ്റീവായിട്ട്. അതേസമയം ഗെയിം വീക്ക് 12 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമുള്ളത് മെയ് 10 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും മുഹമ്മദൻ എസ് സിയും തമ്മിൽ EMS സ്റ്റേഡിയത്തിൽ കോഴിക്കോട് വൈകിട്ട് 5 മണിക്ക് കളിക്കുമെന്നാണ്. പിന്നീടുള്ള മത്സരം നമ്മൾ നോക്കുമ്പോൾ ഗെയിം വീക്ക് 13 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഇപ്പം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 17 KBFCയുടെ എതിരാളികളായിട്ട് FC ഗോവ വരുന്നു EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. അതിൻ്റെ സമയം ഇനിയും ടെൻറ്റേറ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ടെൻറ്റേറ്റീവായിട്ടുള്ള ഷെഡ്യൂളുകളുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അധികം വൈകാതെ തന്നെ ഒഫീഷ്യലി ഇത് ഫുൾ ഫിക്സർ വരുന്നു കരുതാം. ഇതിപ്പോൾ ടെൻറ്റേറ്റീവായിട്ടുള്ള ഒരു ഫിക്സറാണ് ഇപ്പം AFF പുറത്തുവിട്ടിരിക്കുന്നത്.